ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതിനനുബന്ധിച്ച് ഒരു വീഡിയോ കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. നിങ്ങൾ വളർത്തുന്ന കോഴികളുടെയും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ വിവരിച്ചു കൊണ്ടിട്ടുള്ള വീഡിയോ എനിക്ക് അയച്ചു തരിക. അത് ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് 3 വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു എപ്പിസോഡായിട്ട് ചെയ്യും. അങ്ങനത്തെ 8 എപ്പിസോഡുകൾ ഇതിനു മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 9ാമത്തെ എപ്പിസോഡാണ്. വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുക. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ളൊരു കാർഡ് രൂപത്തിൽ ഒരു ലിങ്ക് ഇവിടെ വരും. അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടും. ഇപ്പോൾ ഞാനൊരു 3 വീഡിയോ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു എപ്പിസോഡ് ചെയ്യുകയാണ്. നിങ്ങൾ ആ വീഡിയോ പോയി കാണുക, മുഴുവൻ വീഡിയോകളും കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഏതാണ് എന്നുള്ളത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അർജുൻ. മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്താണ് വീട്. ഇതെൻ്റെ കോഴി വളർത്തലിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു കോഴിക്കൂടാണ്. ഇത് 2 സെക്ഷനായിട്ടാണുള്ളത്. ഈ കൂട്ടിൽ ഞാൻ അസി ക്രോസ് ആയിട്ടുള്ള കോഴികളെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഞാൻ സിറ്റിയിൽ നിന്ന് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കച്ചവടക്കാരിൽ നിന്നും ചെറിയ കുട്ടിയാകുമ്പോൾ മേടിച്ചിട്ടുള്ളതാണ്. മെയിനായിട്ട് കോഴിമുട്ടയുടെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ആദ്യം വളർത്തിയിരുന്നത്. ഇവർ നന്നായിട്ട് പൊരിഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മെയിനായിട്ട് നാടൻ കോഴികളിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ ഒരുപാട് വിരിച്ചിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് ഞാൻ കാണിക്കാം. ഇവരിപ്പോൾ നന്നായിട്ട് മുട്ടയിടുന്ന കോഴികളാണ്. ഇവർ ഞാൻ രാവിലെ പുറത്തേക്ക് വിടും, പിന്നെ ഉച്ചയാകുമ്പോൾ കൂട്ടിലേക്ക് കയറ്റുകയാണ് ചെയ്യുക. പിന്നെ വൈകിട്ട് കുറച്ച് നേരം വിടാറുണ്ട്. രാവിലെയൊക്കെ പച്ചക്കറി വേസ്റ്റും അരിയൊക്കെ തീറ്റിട്ട് കൊടുക്കും. പിന്നെ വൈകിട്ട് ലെയർ മാഷ് ഇട്ട് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ എൻ്റെ കരിങ്കോഴികളുടെ സെക്ഷനാണ്. ഇവർ ഞാൻ പുറത്തേക്ക് വിടാറില്ല. കാരണം പുറത്തേക്ക് വിട്ടാൽ ഒന്നെങ്കിൽ ക്രോസായി പോകും, പിന്നെ ഇവർ പുറത്ത് വിടുമ്പോൾ അധികം മുട്ട കിട്ടുന്നില്ല, റിസൾട്ട് കുറവാണ്. അതുകൊണ്ട് ഞാൻ കൂട്ടിലിട്ട് വളർത്താണ് ചെയ്യുന്നത്. ഇനി എൻ്റെ ഇവിടെ തന്നെയാണ് അട വയ്ക്കാറുള്ളത്. ഇപ്പം ഒരു കോഴിനെ അട വെച്ചിട്ടുണ്ട്, കാണിക്കാം. ഇതിപ്പോൾ കരിങ്കോഴി മുട്ടകളാണ് ഞാൻ അട വെച്ചിട്ടുള്ളത്. നന്നായിട്ട് അടയിരിക്കുന്ന ഒരു കോഴിയാണിത്. ഏകദേശം 8ഓളം കരിങ്കോഴികളാണ് ഇവിടെ ഉള്ളത്. ഒരു പൂനം കൂടി ഉണ്ട്, അത് വേറെ സെക്ഷനിലാണ്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മുട്ട ഇടുന്നുണ്ട്. ആഴ്ചയിൽ 6 മുട്ട 5 മുട്ടയ്ക്ക് ഒരു കോഴി ഇടുന്നുണ്ട്. ഇവർക്ക് ഞാൻ ലെയർ മാഷാണ് ഇട്ട് കൊടുക്കാറ്. പിന്നെ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ പുറത്തുനിന്ന് പുല്ലൊക്കെ അരിഞ്ഞ് കൊടുക്കും, അരി ഇട്ട് കൊടുക്കും. ഗോതമ്പ് സാധാരണ കുറവാണ് കൊടുക്കാറ്, കാരണം നെയ്യ് കിട്ടുന്ന കാരണം ഗോതമ്പ് ഇട്ട് കൊടുക്കാറില്ല. ഉണ്ടായിരുന്നു, ഞാൻ ഇട്ട് കൊടുത്തിരുന്നു, പിന്നെ നിർത്തുകയാണ് ചെയ്തത്. ഗോതമ്പ് ഇട്ട് കൊടുക്കുമ്പോൾ കോഴിമുട്ട അധികം കിട്ടുന്നില്ല, അപ്പോൾ പിന്നെ ഗോതമ്പ് ഞാൻ നിർത്തി. പിന്നെ വീടിൻ്റെ പറമ്പിൻ്റെ ചുറ്റുപാടായിട്ട് ഞാൻ വല കെട്ടിയിരിക്കുകയാണ്. കാരണം നായ്ക്കളുടെ ശല്യം ഇവിടെ വളരെ കൂടുതലാണ്. ഇപ്പോൾ പെട്ടെന്ന് നായ്ക്കൾക്ക് വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ കീരി ശല്യം ഭയങ്കരമുണ്ട്. കീരികൾ വല കെട്ടിയാൽ എങ്ങനെയെങ്കിലുമൊക്കെ കയറി വരും. കുട്ടികളെ സാധാരണ കൂട്ടിലിട്ട് തന്നെയാണ് വളർത്തുക, പുറത്തിറക്കാൻ പറ്റില്ല. ഏകദേശം 4 മാസമൊക്കെ കഴിഞ്ഞാലേ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പുറത്തേക്ക് വിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ വിട്ടേന് ഉഷാറിലാണ്. ഇവരെല്ലാവരും നടക്കുകയാണ്. അധികം ചുറ്റുവട്ടം ദൂരേക്കൊന്നും പോവില്ല. വലയിട്ടത് മെയിൻ ഉദ്ദേശം നായ്ക്കൾ കയറരുത് എന്നുള്ള കാരണം കൊണ്ട്. അല്ലെങ്കിൽ ഇവർ ഈ ചുറ്റുവട്ടത്ത് തന്നെ നിൽക്കുകയുള്ളൂ, അധികം ദൂരേക്ക് പോകാറില്ല. 2 പൂവൻ കോഴികളാണുള്ളത്. ഇത് അസി ക്രോസ് പൂവൻ തന്നെയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഏകദേശം 3-3.5 കിലോയുടെ അപ്പുറം വരുന്നു വിചാരിക്കുന്നു. എല്ലാ കോഴികളും മുട്ടയിടുന്ന കോഴികൾ തന്നെയാണ്. ഡെയിലി മുട്ടയിടും ചെയ്യുന്നുണ്ട്. പുറത്തേക്ക് വിടുന്ന കാരണമാണ് ഡെയിലി മുട്ടയിടുന്നത്. ഞാനിവിടെ നാടൻ കോഴിമുട്ടയ്ക്ക് 10 രൂപ നിരക്കിലാണ് സാധാരണ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് മേടിച്ചു കൊണ്ടുപോകാൻ ചെയ്യാറ്. ഇതിൻ്റെ കോഴിക്കുഞ്ഞുങ്ങളുടെ സെക്ഷനാണ് ഇനി കാണാൻ പോകുന്നത്. ഇതിപ്പോൾ ഏകദേശം 15 ദിവസം പ്രായമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇതിൽ നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ്. പുള്ളിക്കുഞ്ഞുങ്ങളും കറുപ്പും വെള്ളപ്പുള്ളിയായിട്ടുള്ളതും പിന്നെ ബ്രൗൺ പുള്ളികളായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ്. ചാരപ്പുള്ളികളൊക്കെയാണ് ഉള്ളത്. ഇത് അസി ക്രോസ് ആയിട്ടുള്ള കോഴി തന്നെയാണ്. നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് തുടങ്ങുകയാണ്. അത്യാവശ്യം നന്നായിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്. 15 കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത്. സ്റ്റാർട്ടർ തന്നെയാണ് ആദ്യത്തെ 1 മാസം ഇട്ട് കൊടുക്കാറ്, പിന്നെ ഗ്രോവർ കൊടുക്കുകയാണ് ചെയ്യാറ്. ഇതിപ്പോൾ ഇന്നലെ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇത് നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ തന്നെയാണ്.
ഇതിൽ 10 കുഞ്ഞുങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം കരിങ്കോഴി കുഞ്ഞാണ്. പിന്നെ ഇതെൻ്റെ 1 മാസം പ്രായമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇതിലൊരു കുഞ്ഞ് കരിങ്കോഴിക്കുഞ്ഞാണ്, ബാക്കിയൊക്കെ അസീക്രോസ് ആയിട്ടുള്ള കോഴിയുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിൽ തന്നെയാണ് ഞാൻ എൻ്റെ കരിങ്കോഴി പൂവൻ ഇട്ടിട്ടുള്ളത്. ഇത് സെയിലിന് വേണ്ടി നിർത്തിയിട്ടുള്ള പൂവനാണ്. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഒപ്പം നിൽക്കുന്ന കുഞ്ഞുങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ പൂങ്കോഴിയുടെ ഔട്ടിലാണ് രാത്രി ആകുമ്പോൾ മുളയാറ്. ഇത് തമ്മിൽ കൊത്തൊന്നുമില്ല. പൂങ്കോഴി നന്നായിട്ട് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അച്ഛനാണ്. കാരണം ഇതിന് ഈ പൂങ്കോഴിന് ഇടാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ ഇട്ടിരിക്കുകയാണ്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹിഷാമ്. ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗത്തു നിന്നാണ്. ഇതാണ് എൻ്റെ കോഴിക്കോട്. നിങ്ങളെപ്പോലെ എനിക്കും കുറച്ച് കോഴിക്കളൊക്കെ ഉണ്ട്. ഇതാ ഈ കാണുന്ന വെള്ളയാണ് നമ്മളെ പൂവന്. കൂട്ടിൽ കയറി എല്ലാവരും കൊത്തും. ഇതിനായിട്ട് എനിക്ക് ഇരിക്കാനൊരിത്. ഇതമ്പലത്തിലെ സിൽക്കി കോഴി. ഇതൊരു തൊപ്പിക്കോഴിയാണ്. ആകെ 2 കോഴിക്കുട്ടികളുള്ളൂ ഇവിടെ. പിന്നെ ഇതൊരു കരിങ്കോഴി. ഇതാണ് മുട്ടയുടെ സെറ്റപ്പ്. ഇത് ഒരു ഫാൻസീനുമായ കൊച്ചിൻ ബാൻഡ് പറഞ്ഞ ഫാൻസീനാണ്. ഒരു ജോഡി നമ്മൾ എടുത്തുള്ളൂ. പിന്നെ 2 കോഴികൾ പൊരുന്തിന് വെച്ചിട്ടുണ്ട്. പിന്നെ കരിങ്കോഴി എന്നാൽ ഇതാ ഒന്നിത്. പിന്നെ ഇവർക്ക് മഞ്ഞപ്പൊടി ഇളക്കി വെള്ളം കൊടുക്കും. പിന്നെ ദിവസം കൂടെ അടിച്ചു തരും. അങ്ങനെ ഓരോ എക്യുപ്മെൻറ്റ്സ് ആണ് ചെയ്യാറുള്ളത്. പിന്നെ അസോളപ്പായൽ കൊടുക്കും. സ്വന്തമായിട്ട് ഇവിടെ മീൻ കൃഷി അങ്ങനെയൊക്കെ ഉണ്ട്. ഇതാണ് അസോളപ്പായൽ. പിന്നെ കുറച്ച് മത്സ്യങ്ങളുണ്ട്. മരുന്നിന് വേണ്ടി മൃഗാശുപത്രി പോകും. അവിടുത്തെ ഡോക്ടറുമായി ബന്ധപ്പെട്ട് അവർക്ക് രോഗങ്ങൾക്ക് ആവശ്യമായ മരുന്നും കൊടുക്കും. പിന്നെ ആഴ്ചയിലൊരിക്കൽ ആര്യവേപ്പിൻ്റെ ഇലയും തുളസിയും ഒക്കെ അരച്ച് കോഴിക്ക് കൊടുക്കും. ഇതൊക്കെയാണ് എൻ്റെ കയ്യിലെ ബ്രീഡ്സും സെറ്റപ്പും കാര്യങ്ങളൊക്കെ. എൻ്റെ പേര് നന്ദു. എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ ഓയൂർ കാളവേൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ 10-12ഓളം കോഴികളുണ്ട്. അതിന് ഞാൻ രാവിലെ ചോറിൻ്റെ വേസ്റ്റും അരിയും തവിടും കൂടെയാണ് കുഴച്ച് വെച്ച് കൊടുക്കുന്നത്. വൈകിട്ട് കുറച്ച് കമ്പനി തീറ്റയുണ്ട്, അത് കൊടുക്കും. ഇത്രത്തോളം കോഴി എനിക്കുണ്ട്. ഇത്രത്തോളം കോഴി, 3 പൂവനും 9ഓളം പെടയാണുള്ളത്. 3 കരിങ്കോഴിയുണ്ട്. ഇനി ഇതാണ് കൂട് പണിയണമെന്നുണ്ട്. ഞാൻ ദാസേട്ടൻ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് കൂട് പണിഞ്ഞത്, കോഴി വാങ്ങിയത്.
ചൂടടിക്കാതിരിക്കാൻ ഓല മേഞ്ഞിട്ടിരിക്കുമായിരുന്നു. ഇവരെല്ലാം മുട്ടയിടുന്നത് ഈ കൂട്ടിലാണ്. അതിനകത്തൊരു കോഴി ഇരിപ്പുണ്ട്. ഞാൻ പിന്നെ കപ്പയുടെ ഇലയും അരിഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. മുരിങ്ങയുടെ ഇലയും അരിഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. അത് പോയിരുന്നു 80 രൂപയ്ക്ക് നാടൻ കോഴികൾ വാങ്ങിയതാണ്. 3 എണ്ണത്തിന് വാങ്ങി അതിൽ നിന്ന് വിരിച്ചിറക്കിയതാണ്. ചാമ്പ കളറാണ്. ഇനി ഒരു വലിയ ഫാം പോലത്തെ ഒരു ചെറിയൊരു കൂടുണ്ടാക്കി അതിലിടണമെന്നാണ് ആഗ്രഹം. ഞാൻ അങ്ങനെ എപ്പിസോഡുകൾ ഇടുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. പന്ത്രണ്ടോളം കോഴികളുണ്ട്. ഇതിൽ 20ഓളം കോഴി കിടക്കുന്ന ഒരു കൂടാണിത്. കോഴി കിടക്കുന്ന കൂടാണ്. പിന്നെ കൊടുക്കുന്ന വെള്ളം മഞ്ഞളും പനിക്കുറുക്കയും തുളസി ഇലയും കൂടെ പിഴിഞ്ഞ് വെള്ളമാണ് കൊടുക്കുന്നത്. ഇവർ അഴിച്ചുവിട്ട് വളർത്തുന്നത്. ഇവിടെ എല്ലാം അങ്ങ് പോവും. അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികളാണ്. ഞാൻ ഇവിടുന്ന് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, 3 വീഡിയോകളും വിശദമായി കണ്ടിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഉപകാരപ്രദമാണ് എന്ന് തോന്നിയ, നല്ല രീതിയിലാണ് കോഴികൾ വളർത്തുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു വീഡിയോ ഏതാണെന്നുള്ളത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.